ഹേയ് ഹലോ. അപ്പോൾ അതാ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നൊരു വീഡിയോ ആണേ. ലാസ്റ്റ് ടൈം വീടെത്തിയില്ല, എവിടെ എത്തിയെന്നുള്ളത് ഞാൻ പറയാവേ. ലാസ്റ്റ് വീഡിയോ വരെ കാണേ, അപ്പോൾ പറയാവേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നപ്പോൾ എനിക്ക് കൂട്ടിന് ഒരാളെ കിട്ടി. അങ്ങനെ ഇരുന്നിരിപ്പോൾ കുറേ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരൊക്കെ പോയി. ലാസ്റ്റ് എനിക്ക് കൂട്ടിന് ഈ പറഞ്ഞ ഒരാൾ മാത്രമായിട്ട് അവിടെ ഉണ്ടായുള്ളൂ. അതിനോടും കഥയും പറഞ്ഞ് അതിനെ നോക്കിയൊക്കെ അവിടെ അങ്ങനെ ഇരുന്നു. കുറേ ബസ്സുകൾ പോയി, ഓർഡിനറി ബസ്സായിട്ടും പ്രൈവറ്റ് ബസ്സൊക്കെ ആയിട്ട്. എൻ്റെ മൈൻഡിൽ എന്താ, ഫാസ്റ്റ് വരും, അതിന് കയറി പോവാം, അതാകുമ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ. അങ്ങനെ പോയ ഓർഡിനറി ബസ്സിനൊക്കെ കളിയാക്കി ഞാൻ അവിടെ ഇരുന്നും നിന്നും കിടപ്പായി ലാസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് കയറിയതോ ഒരു ഓർഡിനറി ബസ്സിന് തന്നെ. കാരണം ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തേ ഫാസ്റ്റ് നോക്കി. ഒരു ഫാസ്റ്റും വരാണ്ടായപ്പോൾ ഞാൻ ഓർഡിനറിക്ക് തന്നെ കയറി. അങ്ങനെ ഞാൻ വന്നിട്ട് തിരുവല്ല ഇറങ്ങി അന്വേഷിച്ച് ഇപ്പോൾ അവിടെ പറഞ്ഞു പെരുമ്പാവൂർ ബസ് കണ്ടു വരണമെങ്കിൽ ഇനി 3 മണി 3:15 കഴിയണമെന്ന്. ഞാനവിടെ 2:30 എത്തിയത്. അരമണിക്കൂർ പോലും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് നല്ല വയറുവേദനയായിരുന്നു, എൻ്റെ പീരീഡ്സ് ആയിരുന്നു. ഞാൻ 2 ഡയറി മിൽക്കും മേടിച്ചത് തൊടുപുഴ ബസ്സിന് കയറി. എൻ്റെ പ്രാന്തെന്ന് ഓർക്കണേ, ഞാൻ തൊടുപുഴ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ അടുത്ത ബസ് കയറണം. വട്ടം എന്നല്ലാണ്ട് വല്ലതും പറയാനുണ്ടോ. പിന്നെ ആ ഡ്രൈവറായിട്ടൊക്കെ ഭയങ്കര കമ്പനി ആയതുകൊണ്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞതാ തൊടുപുഴ ബസ്സിന് കയറി. അങ്ങനെ തൊടുപുഴ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ അടുത്ത ബസ് കയറണം. അപ്പോൾ എറണാകുളം ബസ് പിടിച്ചു മൂവാറ്റൂർ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പേരും മഴയത്ത് അടുത്ത ബസ് കയറി. എറണാകുളം ബസ് കയറിയപ്പോഴും അതിലും ഒടുക്കത്തെ തിരക്ക്. സഹിച്ചിരിക്കാൻ സീറ്റ് കിട്ടി. പിന്നെ അവിടെ നിന്ന് അടുത്ത ബസ് കയറി മൂവാറ്റൂരായിട്ട് പെരുമ്പാവൂർ ആലുവ ബസ്. അതിലാണ് എൻ്റെ ചേച്ചിയോട്ട് പോകണം കേട്ടോ. അങ്ങനെ ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലത്തെ തിരക്കായിരുന്നു. ആ പേരും മഴയത്ത് നല്ല മിന്നണ സമയത്ത് ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ചേച്ചി എന്നെ വിളിക്കാൻ വരുന്നതായിട്ട് കാണാം. പാവം മഴയിൽ നനഞ്ഞൊരു വരവായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് കുളിയും പാസ്സാക്കി. പിന്നെ ഫുഡ് കഴിക്കലായി. സാമ്പാറും അവിയലും മീൻകറിയും മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചു. പക്ഷേ വയറിനെയാണ്ട് ഈ കാണാത്ത ഫുഡൊന്നും ഞാൻ കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ചേച്ചിക്കും പിന്നെ അതുപോലെ അവിടെ പിള്ളേരുണ്ടായിരുന്നു, അവർക്കൊക്കെ ഞാൻ വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തിന്ന് തീർക്കാൻ പറ്റുന്നുണ്ടായില്ല. വന്ന വഴിയിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നാളെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും രാത്രിയായില്ലേ, വീടെത്തുമ്പോൾ തന്നെ ലേറ്റ് ആവും. സോ ഞാൻ ഇന്ന് അവിടെ കിടന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഒരു ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ അമർത്തിയേരേ. ഇതൊക്കെ എന്തിനാണല്ലേ എനിക്കും അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തേക്ക് ബായ്.